എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് ചിക്കൻ ആണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസും അപ്പവും പത്തിരിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഗാർലിക് ചിക്കന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചിക്കന് നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലില്ലാത്ത ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.25 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒരുപാടങ്ങ് കളർ ഇല്ലാതെ ഒരു ചെറിയൊരു ലൈറ്റ് കളറായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാതെ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ആ ഒരു പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ ചിക്കൻ എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വെള്ളം ഒന്നും ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്യരുത്. ചിക്കന് ചെറിയൊരു നനവുണ്ടല്ലോ, ആ ഒരു നനവിൽ തന്നെ നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സായി കിട്ടും. ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിന് ഒരുപാടങ്ങ് കട്ടിയായിട്ടുള്ളൊരു കോട്ടിങ് വേണ്ട, ഇത്രയും തന്നെ ധാരാളമാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് അടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ അകമൊക്കെ നല്ലപോലെ തന്നെ വേകുന്ന രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്ത് നല്ലപോലെ തന്നെ മൊരിഞ്ഞ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയ്ക്കകത്തൊന്നും എടുത്ത് മാറ്റിയേക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗാർലിക് ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി അങ്ങ് ഫ്രൈ ആയിട്ടൊന്നും പോവരുത്, ചെറുതായിട്ടൊന്ന് മൂത്ത് നമുക്ക് കിട്ടിയാൽ മതി. വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ സ്പ്രിംഗ് ഓനിയൻ ആണ്. സ്പ്രിംഗ് ഓനിയൻ്റെ ഒരു വൈറ്റും പിന്നെ ഒരു പച്ച തണ്ടും കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 ചെറിയ പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് ഒരു റെഡ് കളർ കറിക്ക് വേണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഇതിലേക്ക് ഒഴിവാക്കിയിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു കളർ തന്നെ കിട്ടും കറിക്ക്. ഇനി ഈ മുളക് പൊടിയും കൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ ഒരു പച്ച ചുവ നന്നായിട്ടൊന്ന് മാറി വരണം. മുളക് പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ 2 സോസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഈ ഒരു ചില്ലി സോസ് നമ്മൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ സോയാ സോസിനൊക്കെ ഒരു ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം, അതായത് ഒരു 250 ml വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീയെ നമ്മളൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് കുറുകി പോവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നമുക്കിതൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഇതൊരു ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ആണ്. സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ ഈ ഒരു ചൂടിൽ കിടന്ന് അത്യാവശ്യം നമുക്ക് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് വെന്തും പോവരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ആണെങ്കിലും ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ഒരു രീതിയിൽ തന്നെ വേണം ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിലും കിടക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിലും തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് അതങ്ങ് കുറുകി പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് കേട്ടോ. അതായത് എള്ളെണ്ണ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണ വീടുകളിലും നമ്മൾ സൽക്കാരങ്ങളിലൊക്കെ വിളമ്പുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗാർലിക് ചിക്കൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണുക കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ ചപ്പാത്തി, അപ്പവും, പത്തിരിയും, പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.